ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റിൽ മാങ്ങ അച്ചാറാണ്. ശർക്കരയുടെ മധുരവും മാങ്ങയുടെ ഇളം പുളിയൊക്കെ ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അച്ചാറിന്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ അച്ചാർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ടോ കളറും കാണാനും കഴിക്കാനും ഒക്കെ സൂപ്പറാണ്. മധുരവും പുളിവും ഒക്കെ ചേർന്ന അച്ചാറാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണാനും ഇതുപോലുള്ള റെസിപ്പി തയ്യാറാക്കി നോക്കാനൊക്കെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ മാങ്ങ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കാം. നമുക്ക് ചെത്തി കളഞ്ഞാലും മതി. നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഞാനിത് ഫുള്ളായിട്ട് കളയുന്നില്ല. കുറേയൊക്കെ ഒന്ന് അല്പമൊന്ന് പീൽ ചെയ്ത് കളയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ് നമ്മൾ അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ് നമ്മൾ ശർക്കര മാങ്ങ തയ്യാറാക്കാനായിട്ട് എടുത്താൽ കൂടുതൽ ടേസ്റ്റിയാകും. ഒരുപാട് പുളിപ്പായാൽ നമ്മുടെ ശർക്കരയും കൂടെ ചേരുമ്പോൾ അത് നമ്മുടെ അച്ചാറിന് അധികം ടേസ്റ്റ് നൽകില്ല. അപ്പോൾ അതിനേക്കാളും അധികം പുളിപ്പില്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ മാങ്ങയുടെ തൊലി കുറേയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് കളയുന്നില്ല. ബാക്കി എല്ലാ മാങ്ങകളും നമുക്ക് ഇതേപോലെ ഒന്ന് പീൽ ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മൾ പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഞാൻ കളയുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ തൊലി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് മാറ്റിക്കളയാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ശർക്കര മാങ്ങ തയ്യാറാക്കുമ്പോൾ നമ്മൾ സാധാരണ മാങ്ങ അച്ചാറിന് ചെറുതായിട്ട് കുനുകുന അരിയും പോലെ അരിയേണ്ട ആവശ്യമില്ല. അല്പം വലുതായിട്ട് ഇടുന്നതാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശർക്കര മാങ്ങ വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകില്ല. ഇനി ശർക്കര മാങ്ങ രണ്ട് തരത്തിൽ തയ്യാറാക്കാം. ഒരുപാട് വെന്ത് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വരുന്നൊരു പരുവത്തിലും തയ്യാറാക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഒരുപാട് കുഴഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തൊലി ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കും. ഞാനിപ്പോൾ ആ ഒരു രീതിക്കല്ല ചെയ്യുന്നത്, ഒരുപാട് വേവിക്കുന്നില്ല. നമ്മൾ അല്പം കനത്തിനാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് മാങ്ങ എടുത്ത് നല്ലതുപോലെ കടിച്ച് കഴിക്കാനായിട്ട് പറ്റും. മറ്റത് ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വെളിച്ചെണ്ണയിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ അച്ചാറുകളൊന്നും അധികം നാൾ സൂക്ഷിക്കാറില്ല. ഇതൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നത് കൊണ്ട് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. കടുകെണ്ണ വേണോ, ഏത് ഓയിൽ വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ എരിവ് കുറച്ച് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എരിവ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം എരിവ് കുറച്ചിട്ട് പിന്നീട് ലാസ്റ്റിൽ നല്ലതുപോലെ എരി ചേർക്കുന്നുണ്ട്. 2 രീതിക്ക് തയ്യാറാക്കുന്നുണ്ട്. ഇനി നമ്മൾ മാങ്ങ നേരത്തെ അരിഞ്ഞ് ഉപ്പിലൊന്നും ഇട്ട് വച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചേർത്തത് കാണിച്ചിട്ടുണ്ട്. കടുകും ഉലുവയും കൂടി പൊടിച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകും ഉലുവയും കൂടി പൊടിച്ചത്, ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. കായത്തിൻ്റെ കട്ടയാണ് ചേർത്തത് കേട്ടോ, ഇപ്പോൾ ചേർത്തതാണ് കായത്തിൻ്റെ കട്ട. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ തിളയ്ക്കട്ടെ. നമ്മൾ ഉപ്പ് ഇനിയും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും, കാരണം അച്ചാറിലേക്ക് നല്ലതുപോലെ ഉപ്പ് പിടിക്കുന്നതാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് ശർക്കര മാങ്ങ വേകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ശർക്കര പാനി അങ്ങ് വറ്റിപ്പോകും. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനിയും ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഉപ്പിലിട്ട് വച്ചിരിക്കാം. ഉപ്പ് ചേർത്ത് അരമണിക്കൂർ വച്ചതിന് ശേഷം വേണമെങ്കിൽ അച്ചാർ തയ്യാറാക്കാം. ഇപ്പം നമ്മൾ ചേർത്ത മുളക് പൊടിയൊക്കെ അത്യാവശ്യം എരിവുണ്ട്, കുഞ്ഞുങ്ങൾക്കുള്ള എരിവ് അത്യാവശ്യത്തിനുണ്ട്. നമുക്ക് പിന്നീട്
കുറച്ചുകൂടി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് നിന്ന് മാങ്ങ അല്പം ഒന്ന് ചൂട് കയറിയിട്ടുണ്ട്. കുറച്ചുകൂടി ക്വാണ്ടിറ്റി കുറഞ്ഞതായിട്ടും ശർക്കരപ്പാനിയുടെ വെള്ളം കൂടുതലായിട്ടും കാണിക്കുന്നുണ്ട്. കണ്ടോ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ മാങ്ങ കട്ടിക്ക് ചേർക്കുമ്പോൾ ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകില്ല. വെന്തുടഞ്ഞു പോകണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറൊക്കെ തയ്യാറാക്കി അല്പം ഒന്ന് ചൂട് മാറിയതിന് ശേഷമാണ് നമുക്ക് കറക്റ്റ് ഉപ്പ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. കണ്ടോ, നമ്മുടെ മാങ്ങ അധികം വെന്ത് പോയിട്ടുമില്ല, എന്നാലും വെന്തിട്ടുമുണ്ട്. കണ്ടോ, ഈ ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത്. ഇനി തണുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു കളറ് കിട്ടും. ഈ സ്റ്റേജിൽ ഞാൻ മാറ്റിയതിന് ശേഷം കുറച്ചുകൂടി മുളക് പൊടി ആഡ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്ക് ഒരു കളർ കിട്ടാനായിട്ട് കുറച്ചുകൂടി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ കുറച്ചുകൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.